ആൻഡ്രോയിഡ് ടു ഐഫോൺ ടു ആൻഡ്രോയിഡ്. ഈ ഡിവൈസുകളിൽ സ്വിച്ച് ചെയ്യുന്ന യൂസേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അവരുടെ വാട്സാപ്പ് ഡാറ്റ, പേഴ്സണൽ, അതോടൊപ്പം തന്നെ വാട്സാപ്പ് ബിസിനസ് ഡാറ്റ, ഇതുപോലുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നിലവിൽ ഒഫീഷ്യലി നമുക്ക് വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതായത് മൂവ് ടു iOS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സാപ്പ് ഡാറ്റാസ് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത്, ഡിവൈസ് ഐഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതും വാട്സാപ്പ് ഡാറ്റ മാത്രം. പക്ഷേ വാട്സാപ്പ് ബിസിനസ് ഡാറ്റ നമുക്ക് ഈ രീതിയിലൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഒഫീഷ്യൽ മെത്തേഡ് പോലും വാട്സാപ്പ് കൊടുത്തിട്ടില്ല. അവിടെയാണ് ടെനോഷയുടെ iCare ഫോൺ എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇതിപ്പോൾ വിൻഡോസിലും മാക്കിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാട്സാപ്പ് മാത്രമല്ല വാട്സാപ്പ് ബിസിനസ്സിലുള്ള സകല ഡേറ്റാസും ഒന്നും തന്നെ നഷ്ടപ്പെടാതെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സാണ് ഇവിടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വാട്സാപ്പ് ബിസിനസ് നമ്മൾ യൂഷ്വലി കാണാത്തൊരു കാര്യമാണ്. വാട്സാപ്പ് ബിസിനസ്സിലുള്ള ഡേറ്റാസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. നോർമൽ വാട്സാപ്പിലുള്ളതാണ് കൂടുതൽ നമുക്ക് എളുപ്പം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഒഫീഷ്യലി പോലും കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ചില ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്താണ് നമുക്ക് വാട്സാപ്പ് ബിസിനസ് ഡേറ്റാസ് വൈസ് വേഴ്സ ആൻഡ്രോയിഡ് ടു ഐഫോൺ ടു ആൻഡ്രോയിഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഒഫീഷ്യലി പറയുവാണെങ്കിൽ മൂവ് ടു iOS ആപ്ലിക്കേഷനിലാണെങ്കിൽ പോലും നമുക്ക് വാട്സാപ്പ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചാറ്റ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആപ്പിളോ അല്ലെങ്കിൽ ആൻഡ്രോയിഡോ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ iCloud ബാക്കപ്പിൽ നിന്നും ഗൂഗിൾ ഡ്രൈവിൽ നിന്നും വാട്സാപ്പ് ഡേറ്റാസ് നമുക്ക് ആൻഡ്രോയിഡ് ടു ഐഫോൺ ടു ആൻഡ്രോയിഡ് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ മെസ്സേജുകൾ മെർജ് ചെയ്യാൻ സാധിക്കും. ഓൾഡും ന്യൂവും വാട്സാപ്പ് മെസ്സേജുകൾ മെർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ബോത്ത് വിൻഡോസിലും മാക്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ആൻഡ്രോയിഡിലും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ. സോ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. താഴത്തേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഇത് ക്രോസ് പ്ലാറ്റ്ഫോം സപ്പോർട്ടഡ് ആണ്. അതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് ആൻഡ് ഇതിൻ്റെ താഴെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൂവ് ടു iOSനകത്ത് നമുക്ക് വരുന്നതും വരാത്തതുമായിട്ടുള്ള സകല ഫീച്ചേഴ്സ്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ആക്ച്വൽ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് നമ്മളുടെ ഐഫോണിലേക്ക് വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഇത് സെയിം മെത്തേഡ് തന്നെ ആയിരിക്കും വാട്സാപ്പ് ബിസിനസ്സിന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതേ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ വാട്സാപ്പ് ബിസിനസ് ഡാറ്റയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഞാൻ ഡെമോ ചെയ്യുന്നത് വാട്സാപ്പ് ഡാറ്റയാണ്. അതിനുവേണ്ടി നമ്മൾ വാട്സാപ്പ് ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്ഫർ ആൻഡ് മെർജ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ നമ്മൾ വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ നമ്മുടെ സോഴ്സ് ഇവിടെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണാണ്. സോ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്നാണ് നമ്മൾ ഐഫോണിലേക്ക് വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ വാട്സാപ്പ് ഇതിനകത്തൊന്നുമില്ല, യാതൊരു ഡാറ്റയും ഇല്ല. എന്നാൽ ഇവിടെ നമുക്ക് ഡാറ്റാസ് ഉണ്ട്. സോ ഇവിടുന്ന് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നാണ് നമ്മൾ ഐഫോണിലേക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി സൈഡ് ബാറിലേക്ക് പോകുമ്പോൾ അഡീഷണൽ ആയിട്ട് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആണുള്ള ബാക്കപ്പിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രം ഡിവൈസ് ഫ്രം ഗൂഗിൾ ഡ്രൈവ് iCloud.com ഇതിൽ നിന്ന് നമുക്ക് വാട്സാപ്പ് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ചെയ്ത് വെക്കാം. പിന്നീട് മറ്റൊരു ഡിവൈസിലേക്ക് നിങ്ങൾക്ക് മാറ്റണം, റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമ്മളിപ്പം ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് വാട്സാപ്പ് ഡാറ്റ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന മെസ്സേജസ്, പിക്ചർ, വോയിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയാണ് ഗൂഗിൾ ഡ്രൈവ്. ഗൂഗിളിൻ്റെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ സൈൻ ഇൻ ചെയ്യുന്ന അതേ ജിമെയിൽ അഡ്രസ്സിലേക്കായിരിക്കും നമ്മുടെ വാട്സാപ്പ് ഡാറ്റ ബാക്കപ്പ് ആയിരിക്കുന്നത്. സോ അതും നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ iCloud.com ഇതിൽ നമ്മുടെ ആപ്പിൾ ID ആയിരിക്കും സൈൻ ഇൻ ചെയ്തേക്കുന്നത്. സോ അത് സൈൻ ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് എടുത്ത് പിന്നീട് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. താഴെയുള്ളതാണ് വ്യൂ ആൻഡ് റീസ്റ്റോർ എന്നുള്ളത്. ഇവിടെ നമുക്ക് ബാക്കപ്പ് കാണാൻ സാധിക്കും. പ്രീവിയസ്ലി നമ്മുടെ ഡിവൈസിൻ്റെ ഐഫോണിൻ്റെ ബാക്കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. അത് റീസ്റ്റോർ ടു iOS ആണോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണോ എന്നുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ വാട്സാപ്പിൻ്റെ എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇനി നമ്മൾ വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. അവിടെ അതിനുവേണ്ടി നമ്മൾ ട്രാൻസ്ഫർ എന്നുള്ളിടത്ത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതായത് ഐഫോണിലുള്ള വാട്സാപ്പ് ഡാറ്റ, ഐഫോണിൽ വാട്സാപ്പ് ഡാറ്റ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് ഓവർ റൈറ്റ് ചെയ്യും. ഷുവർ യു വോണ്ട് കണ്ടിന്യൂ എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ക്രിയേറ്റിംഗ് ന്യൂ ബാക്കപ്പ്. അതാകുമ്പോൾ നമുക്ക് ബാക്കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ഡിവൈസ് ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ അതിൻ്റെ ഡാറ്റാസ് മുഴുവൻ ബാക്കപ്പ് എടുത്ത് നമ്മുടെ മറ്റ് പുതിയ ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളും. പക്ഷേ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൺ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമ്മൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഞാൻ ഡിസേബിൾ ചെയ്തേക്കാണ്. അതിൽ ടാപ്പ് ചെയ്യുക. 64 ഡിജിറ്റ് ഉള്ള ഒരു എൻക്രിപ്ഷൻ കീ ആയിരിക്കും നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ടേൺ ഓൺ കൊടുക്കുക. ടേൺ ഓൺ കൊടുത്ത് ക്രിയേറ്റ് പാസ്വേഡ് അല്ലാന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് കാണാം US64 എൻക്രിപ്റ്റ് കീ ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് കീ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഫോട്ടോയോ നിങ്ങൾ എടുത്ത് വെക്കണം. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. സോ സേവ് മൈ ഡിജിറ്റൽ കീ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക.
ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കാണാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനേബിൾഡ് ആയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ബാക്കപ്പ് ചാറ്റ് ബാക്കപ്പ് എത്രയാണെന്ന് നോക്കുക, ബാക്കപ്പ് നൗ കൊടുക്കുക. വൺസ് ബാക്കപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സെലക്ട് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ പോകാം. അവിടെ നമുക്ക് ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് അനുസരിച്ച് നമ്മുടെ ലേറ്റസ്റ്റ് ബാക്കപ്പ് കൺഫേം ചെയ്യാം. അല്ല നമുക്ക് ക്രിയേറ്റ് ന്യൂ ബാക്കപ്പ് ഓപ്ഷനിൽ പോവുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു സോഴ്സ് നമ്മുടെ വാട്സാപ്പ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമുക്ക് ഈ ഒരു വേരിഫിക്കേഷൻ. സോ ഈ വേരിഫിക്കേഷൻ സ്റ്റെപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ ചെയ്ത പോലെ 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ വേണം. പിന്നെയുള്ള SMS വേരിഫിക്കേഷനാണ്. പക്ഷേ ഇത് ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു കീ വേണം. കീ ഇല്ലാതെ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോട്ടോ എടുത്ത കീ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു കീ ഇൻഫർമേഷൻസ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി കീ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യുക. കറക്റ്റ് ആണോ നിങ്ങൾ എൻ്റർ ചെയ്തേക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ വെരിഫൈ കൊടുക്കുക. സോ വെരിഫൈ നമ്മളിവിടെ ചെയ്യുവാണ്. അത് ഓട്ടോമാറ്റിക്കലി ക്ലൗഡ് ത്രൂ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി, അത് ഓക്കെയാണ്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഡേറ്റാസാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ മെസ്സേജസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം മെസ്സേജസ്, അതെന്തായാലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെയുള്ള ജിഫാണ്, ഓഡിയോ ഫയൽസ്, നമുക്ക് എല്ലാം തന്നെ വേണം. സോ ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. നമ്മളെ ഡേറ്റയുടെ സൈസ് അനുസരിച്ച്, നമ്മളുടെ വാട്സാപ്പ് ഡേറ്റ സൈസ് അനുസരിച്ചായിരിക്കും ഇത് ട്രാൻസ്ഫറേഷൻ സംഭവിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പേജിൽ ലോഗിൻ വാട്സാപ്പ് ഓൺ ടാർഗറ്റഡ് ഡിവൈസ്, അതായത് നമ്മുടെ ഐഫോണിൽ ഇനി നമ്മുടെ വാട്സാപ്പ് ആ നമ്പർ നമ്മളിവിടെ ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ കാണാം നമുക്ക് വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ലോഗിൻ ആയി കഴിയുമ്പം നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കാണാം അത് ലോഗൗട്ടായി, ഓട്ടോമാറ്റിക്കലി ലോഗൗട്ടായി. അപ്പം നമ്മൾ ഇനി ഇവിടെ ലോഗ്ഡ് ഇൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മളവിടെ ലോഗിൻ ഇൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൈൻഡ് മൈ നമ്മൾ ടേൺ ഓഫ് ചെയ്യണം. സോ അതിനുവേണ്ടി സെറ്റിങ്സിൽ പോകുന്നു, നമ്മളുടെ ഓപ്ഷനിൽ പോകുന്നു. ഇവിടെ നമ്മൾ ഫൈൻഡ് മൈയുടെ ഓപ്ഷനിൽ പോകുന്നു. ഫൈൻഡ് മൈ നമ്മൾ ഡിസേബിൾ ചെയ്യണം. ആപ്പിൾ ID അവിടെ എൻ്റർ ചെയ്ത് ഡിസേബിൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫൈൻഡ് മൈ ഡിസേബിൾ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ട്രൈ അഗെയിൻ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം അത് ഇവിടെ പ്രോഗ്രസ്, റീസ്റ്റോർ ഇൻ പ്രോഗ്രസ്. സോ സക്സസ്ഫുള്ളി സകല ഡേറ്റാസും ഇതിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ആവുകയാണ്. ഡിവൈസ് സ്വിച്ച് ഓഫ് ആയി. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ആയി. ഇനി നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കാണാം അലോ കൊടുക്കുക, സ്കിപ്പ് അടിക്കുക. ഇപ്പോൾ ഇവിടെ കാണാം നമ്മൾ ഏറ്റവും അവസാനം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്തത് ഇവിടെ കാണാം 2 മണിക്കാണ്, 2:06. സോ ആ സമയത്തുള്ള എൻ്റെ എല്ലാ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വാട്സാപ്പ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇതേ മെത്തേഡ് തന്നെ ആയിരിക്കും നമ്മൾ വാട്സാപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ. വാട്സാപ്പ് ബിസിനസ്സിലും നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്താൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ടെനോഷൻ്റെ iCare ഫോൺ ട്രാൻസ്ഫർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാട്സാപ്പ് ഡേറ്റ, വാട്സാപ്പ് ബിസിനസ് ഡേറ്റാസ് എല്ലാം നമുക്ക് ഫോൺ ടു ഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് ടു ഐഫോൺ, ക്രോസ് പ്ലാറ്റ്ഫോം നമുക്ക് ചാറ്റുകൾ സകല ഡേറ്റാസും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെ വാട്സാപ്പ് ബിസിനസ്സിനകത്താണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതൊരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ബൈ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ബോത്ത് വിൻഡോസും മാക്കിനും എല്ലാം യൂസബിൾ ആണ്. സോ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ഇടാൻ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. catch you guys in the next video. Till then, peace.